പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് നിന്നുള്ള വിമാന സർവീസുകൾ നാളെയും മുടങ്ങും. 22 സർവീസുകളാണ് മുടങ്ങുക. ദേവൻ MP ഉണ്ട് തിരുവനന്തപുരത്ത് നിന്നും. ദേവൻ, പ്രധാനമായും ഏതൊക്കെ സ്ഥലങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയിട്ടുള്ളത്? വിവരങ്ങൾ. അരുണ്യ, പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ നാളെയും തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിമാന സർവീസുകൾ മുടങ്ങുമെന്നതാണ് ഇപ്പോൾ വിമാനത്താവളത്തിൽ നിന്നും അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. നാളെ ഏകദേശം 22ഓളം സർവീസുകളാണ് ഇത്തരത്തിൽ UAE അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ മുടങ്ങിയിട്ടുള്ളത്. അതിൽ 12 സർവീസുകൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നതും തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന 10 സർവീസുകളുമാണ് ഇത്തരത്തിൽ മുടങ്ങുന്നത്. അങ്ങനെ ആകെ 22 സർവീസുകളായിരിക്കും നാളെയും മുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസവും ഏകദേശം 30ഓളം സർവീസുകൾ ഇത്തരത്തിൽ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ നിലവിൽ ഏതായാലും ഒമാൻ എയർവേസ് അടക്കമുള്ള വിമാന കമ്പനികൾ നാളെയും സർവീസ് തുടരുമെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മസ്കറ്റിലേക്ക് അടക്കമുള്ള സർവീസുകൾ നാളെയും അവർ തുടരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലും അത്തരം യാത്രകൾ ഒമാൻ എയർവേസ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊഴികെ മറ്റുള്ള എല്ലാ വിമാന സർവീസുകളും ഇന്ത്യൻ എയർവേസിന്റെ ഒപ്പം തന്നെ ഖത്തർ എയർവേസിന്റെ അടക്കമുള്ള മറ്റ് വിമാന കമ്പനികളുടെ സർവീസുകളെല്ലാം തന്നെയും നാളെയും മുടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. അരുണ്യ. ശരി, ദേവൻ MP യാണ് വിവരങ്ങൾ നൽകിയത്. നാളെ 22 വിമാന സർവീസുകളാണ് തിരുവനന്തപുരത്ത് നിന്നും വിവിധ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളാണ് മുടങ്ങുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ.